ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത. ഓർമ്മ. ജനിച്ച് ഈ നിമിഷം വരെ നാം നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മ എന്നത്. ഓർമ്മ ഉപയോഗിക്കുന്നു എന്ന് ഓർക്കാറേ ഇല്ല എന്നതാണ് കാര്യം. എന്നാൽ ഓർമ്മ പ്രവർത്തിച്ചില്ലെങ്കിൽ നാം ഓർമ്മയെപ്പറ്റി നല്ലോണം ഓർക്കാറുമുണ്ട്. എന്നാൽ ഇനി പറയൂ, എന്താണ് ഓർമ്മ? ഓർമ്മയും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ഓർമ്മ? കഴിഞ്ഞുപോയ, അതായത് ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ, അറിവുകൾ, പഠിച്ചതും ചിന്തിച്ചതും കേട്ടതും മണത്തതും സ്പർശിച്ചതും രുചിച്ചതും കണ്ടതും എല്ലാം ഓർമ്മയായി തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നു. ആ പഴയ അനുഭവിച്ച അറിവുകൾ ഒരാളിൽ പഴയ കാര്യങ്ങളായി ഓർത്തുവെക്കാനും പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കുവാനും ഉള്ള കഴിവിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം മാനസിക പ്രക്രിയയും മസ്തിഷ്ക പ്രവർത്തനവും ആണ്. ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ന അഹംബോധം നമ്മളിൽ നിലനിൽക്കുന്നത്. ഞാൻ എന്ന അഭിമാനിക്കലും ഓർമ്മയുള്ളത് കൊണ്ടാണ്. എന്നാൽ ഞാൻ എന്ന അഭിമാനിക്കലിനോടൊപ്പം സത്ത എന്ന ഓർമ്മ വന്നാലോ? അഭിമാനിക്കുവാൻ സാധിക്കുമോ? ഇല്ല. ഇനിയാണ് വലിയ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. ഓർക്കേണ്ട ഒന്നല്ലല്ലോ സത്ത. സത്തയെ, ആ ആശയത്തെ ഓർത്തെടുക്കേണ്ടതാണോ? കാരണം ഓർത്തെടുക്കുമ്പോൾ അത് കേവലം ചിന്തയോ ആശയമോ ആയി മാറുന്നു. പറയൂ, ഓർക്കേണ്ടതാണോ സത്ത? അല്ലേ അല്ല. പിന്നെയോ? നിരീക്ഷണത്താൽ സ്വയം എന്നെ തിരിച്ചറിയുമ്പോൾ ഞാൻ നിലനിൽക്കുന്നത് സത്തയിലാണ് എന്ന തിരിച്ചറിവല്ലേ വരേണ്ടത്? ഒറിജിനൽ ഉള്ളപ്പോൾ എന്തിന് ഡ്യൂപ്ലിക്കേറ്റിനെ ഉപയോഗിക്കണം? ഇനി പറയൂ, ഓർമ്മയാണോ വേണ്ടത് അതോ അനുഭവമാണോ വേണ്ടത്? ഒന്ന് മാനസികവും മസ്തിഷ്ക പ്രവർത്തനവുമാണെങ്കിൽ മറ്റേത് നിരീക്ഷകനാലുള്ള ബോധാനുഭവമാണ്. ഓർമ്മയെ വീണ്ടും ഒന്നുകൂടി നിരീക്ഷിക്കാം. ഓർമ്മ ഭൂതകാല സംഭവമാണെങ്കിലും അത് വർത്തമാനകാലത്ത് പ്രവർത്തിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നിൽ ഓർമ്മയും സമയവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷണത്താൽ അറിയുവാൻ സാധിക്കണം. അതായത് ഭൂതകാലത്തിലെ കഴിഞ്ഞ സംഭവം വർത്തമാനകാലത്തിൽ ഓർമ്മയായി വരുന്നു. ഞാൻ ഓർമ്മിക്കുന്നവനായി മാറുന്നു. ഇവ നിരീക്ഷിച്ചറിയുക. അതായത് ഞാൻ ജീവിക്കുന്നത് വർത്തമാനകാലത്താണ്, എന്നാൽ ഓർമ്മകൾ ജീവിക്കുന്നത് ഭൂതകാലത്താണ്. അപ്പോൾ ഓർമ്മകളിൽ ജീവിക്കുക എന്നത് വർത്തമാനകാലത്താണെങ്കിലും അവൻ ഭൂതകാലാനുഭവങ്ങളിലെ സ്മരണകളിൽ ജീവിക്കുന്നു എന്നർത്ഥം. അവനിൽ വർത്തമാനകാലം അപ്രത്യക്ഷമാകുന്നു. യാഥാർത്ഥ്യ ലോകത്തെ അറിയാതെ ഓർമ്മയുടെ ലോകത്തിനുള്ളിൽ കഴിയുന്നു. ഒന്ന് ചിന്തിക്കൂ. ആഗ്രഹങ്ങളുടെ ഓർമ്മ, വേദനിക്കുന്ന ഓർമ്മ, വെറുപ്പുളവാക്കുന്ന ഓർമ്മ, ദേഷ്യം വരുന്ന ഓർമ്മ, സന്തോഷം തരുന്ന ഓർമ്മ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മ. അങ്ങനെയാണ് ഓർമ്മകൾ തന്നെ. എത്ര വിധമാണ് നമ്മളിൽ ഉള്ളത്. നേരത്തെ പറഞ്ഞിരുന്ന ഓർമ്മ വരുമ്പോൾ അവിടെ കാലം വരുന്നു എന്നത്. അതായത് സമയം വരുന്നു. ഓർമ്മ ഒരു ചിന്തയായി എന്നിൽ പരിണമിക്കുന്നു. ഇങ്ങനെ ഇവയെല്ലാം നടക്കുന്നത് എന്നിലാണ്. ഇത് തിരിച്ചറിയുന്നത് നിരീക്ഷകനും. എന്നിൽ പഴയകാലാനുഭവമായ ഓർമ്മ ചിന്തയായി മനസ്സിൽ പ്രവർത്തിക്കുന്നു. അവിടെ നിരീക്ഷകന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യ ലോകം മറക്കുന്ന എന്നെ നിരീക്ഷകന് സംരക്ഷിക്കുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഏതു തരം ഓർമ്മയാണോ ആ ഗുണം എന്നിൽ പ്രതിഫലിച്ച് അതായി ഞാൻ മാറുന്നു.
ദേഹാഭിമാനിയായി എന്നെ നിലനിർത്തുന്നത് ഓർമ്മ തന്നെയാണ്. അതുകാരണം സത്തയെ അറിയാനാകാതെ എന്നെ തടഞ്ഞു നിർത്തുകയാണെന്ന് മറ്റൊരു വിധത്തിൽ പറയാം. ഓർമ്മയെ നമ്മൾ പൂർണ്ണമായും ഓർമ്മയെ നമ്മൾക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കുവാനാവില്ല. കാരണം ദൈനംദിന കാര്യങ്ങൾക്ക്, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക്, വ്യക്തിബന്ധങ്ങൾക്ക്, സംഭാഷണങ്ങൾക്ക്, ഭാഷ ഉപയോഗിക്കുവാൻ എല്ലാം ഓർമ്മയെ ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രാപഞ്ചിക ബോധത്തിന് ഓർമ്മ വേണ്ടെങ്കിലും പ്രാദേശിക ബോധത്തിൽ നിലനിൽക്കുവാൻ ഓർമ്മ അനിവാര്യമാണ്. എന്നാൽ പ്രാപഞ്ചിക ബോധം മറയ്ക്കുന്ന തരത്തിൽ ഓർമ്മ പ്രവർത്തിക്കാതിരിക്കുവാൻ നിരീക്ഷകന്റെ സഹായം അനിവാര്യം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ കുറ്റബോധം, ദുരഭിമാനം, അപകർഷതാബോധം, വിഷാദം ഇവയ്ക്ക് പ്രധാന കാരണവും ഓർമ്മ തന്നെയാണ്. ഓർമ്മയുടെ പരിധിയും പരിമിതിയും നാം തിരിച്ചറിഞ്ഞിരിക്കണം. അത് എങ്ങനെ എന്നിൽ പ്രവർത്തിക്കുന്നു എന്നും, കൂടാതെ അത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നും ഞാൻ നിരീക്ഷണത്തിൽ അറിഞ്ഞിരിക്കണം. ഓർമ്മകളിൽ ജീവിച്ചാൽ നാം ഈ നിമിഷങ്ങളെ കാണുകയില്ല, നാം അപ്ഡേറ്റ് ആകുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് ഈ നിമിഷത്തിലെ സഹവാസം നാം അറിഞ്ഞുകൊണ്ടിരിക്കുക, മനോപൂർണതയോടെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പൂർവ ഓർമ്മകളോടൊപ്പം വികാര വിചാരങ്ങളുടെ ഭാണ്ഡക്കെട്ടും കൂടെ ഉണ്ടെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നിരീക്ഷകൻ ഉണർന്നാൽ ഒന്നും ഓർക്കുന്നില്ല എന്നല്ല, എല്ലാം ഓർത്താലും ഓർമ്മകളെ അതിജീവിക്കുന്നവനായി മാറുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്ന് 16 ഓഗസ്റ്റില് വൃത്തത്തിലെ ശൂന്യതയിൽ പിന്നെ പ്രതിപാദിക്കുന്നത് ഓർമ്മയെ കുറിച്ചാണ്. മനസ്സിൽ അനേക ഇൻപുട്സ് കൊടുത്തിട്ട് പലതരം മനോവൃത്തികൾ ഉണ്ടാകുന്നു. ഭൂതകാല അറിവുകൾ, അനുഭവങ്ങൾ, ചിന്തകൾ, ഇന്ദ്രിയ അനുഭവങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ സംഭരിക്കുകയും പിന്നെ വീണ്ടും എടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് ഈ ഓർമ്മ. അപ്പൊ ഇത് എവിടെ ആണ് പോയി ശേഖരിക്കുന്നത്? നമ്മള് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ധകരണത്തിലെ ആ ഓർമ്മകൾ ചിത്തത്തിലാണ് ശേഖരിക്കുന്നത്. പഴയ ഫയൽസ് പോലെ അവിടെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കും. ചില ഫയൽസ് ഷോർട്ട് ടേം മെമ്മറീസ് ആയിരിക്കും, അപ്പൊ അതങ്ങ് സ്വാഭാവികമായിട്ട് ഓട്ടോ ഡിലീറ്റ് പോലെ അങ്ങ് പോകും. പക്ഷെ ചിലത് ലോങ് ടേം മെമ്മറീസ് ആയിട്ടുള്ളത് അതവിടെ നിലനിൽക്കും. പഴയ പിന്നെ ഫയൽസ് തുറക്കണം എങ്കിൽ അവയർനെസ്സിൽ വേണം തിരികെ എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ അവയർനെസ്സിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് അപ്പോ ഈ മനസ്സ് ഈ തലത്തിൽ ഓർമ്മ തന്നെ തിരിച്ച് എടുക്കുക എന്ന് പറയുമ്പം ഓർമ്മകൾ ഉണ്ട്, അപ്പോ ചിത്തത്തിൽ ഉണ്ട്, ചിത്തവൃത്തികൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പം അഹംബോധവും മറ്റേതും ഒക്കെ ഉണ്ടാകുമ്പം ഇതിന്റെ ഒക്കെ ഒരു ആകത്തുക, അതായത് മനസ്സ് പിന്നെ അഹംബോധം ഇതെല്ലാം ഉണ്ടാകുമ്പം ആ ജീവാത്മാവിന്റെ ആ തലം അവയർനെസ്, ആ തലത്തിലുള്ള അവയർനെസ് ബോധം ഒരു പരിധി വരെ ഉണ്ടാകുന്ന ആ അവയർനെസ് വേണം അതിനെ തിരികെ എടുക്കേണ്ടത്. അങ്ങനെ ആയിരിക്കും തിരികെ എടുക്കുന്നത്. അപ്പൊ റിക്കലക്ഷൻ തിരിച്ചെടുക്കുന്നത് അതില് ഓർക്കുന്നവനുണ്ട്, ഓർക്കുന്ന കാര്യം, അതായത് ഭൂതകാല സംഭവവുമുണ്ട്, വർത്തമാന കാലവും ഉണ്ട്. അതായത് ഈ ഓർക്കുന്നവൻ വർത്തമാന കാലത്ത് നിന്നുകൊണ്ടാണ് ഭൂതകാലത്തെ സംഭവം ഓർത്തെടുക്കുന്നത്. അപ്പൊ ഇവിടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഓർക്കുന്ന കാര്യം, ഭൂതകാലത്തിലെ സംഭവം, ഓർക്കുന്നവനുമുണ്ട്, ആ ഓർക്കുന്നവൻ നിൽക്കുന്ന ഈ പിന്നെ വർത്തമാന കാലമുണ്ട്. അപ്പൊ പിന്നെ ഈ റിക്കലക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഓർക്കുന്ന ആ പ്രക്രിയയിൽ ഭൂതകാലവും
വർത്തമാന കാലത്തിന്റെയും ഇടയ്ക്ക് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഭൂതകാലത്തിലെ ആ സംഭവം എടുക്കുമ്പോ ആ ഭൂതകാലവും ഈ നിൽക്കുന്ന ഈ ഓർക്കുന്നവൻ നിൽക്കുന്ന ഈ പിന്നെ പ്രസന്റില് പിന്നെ വർത്തമാനകാലം തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ സമയം, ആ ഡ്യൂറേഷൻ ഓഫ് ടൈം, അവിടെ ടൈം ഉണ്ട്. അപ്പോൾ ഓർക്കുന്നവൻ ആ സമയ മണ്ഡലത്തിൽ, മൈൻഡ് ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പോ ആ ഓർമ്മകൾ പിന്നെ ഓർക്കുന്നവൻ പിന്നെ ഓർമ്മകൾ ഉള്ളപ്പോൾ അവന് ഓർമ്മകളും ഉണ്ട്. ആ ടൈം സോണിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ന അഹംബോധം ഉണ്ടാകും. മനോതലത്തിൽ നിൽക്കുന്നുണ്ട്, ആ ഓർമ്മകൾ എടുക്കുന്നു. അപ്പോ സെൽഫ് ക്രിയേറ്റഡ് ഫയൽസ് ആണ്. അപ്പോ ഉണ്ട്, ആ അഹംബോധം ഉണ്ടാവും. അപ്പൊ അവൻ അഹങ്കരിക്കും, അഭിമാനിക്കും. എന്നാൽ സത്തയെ പറ്റി ഒരു ഓർമ്മ, പക്ഷെ ഈ ഓർമ്മ എങ്ങനായിരിക്കും വരുന്നത്? അനുഭവിച്ചറിഞ്ഞുള്ള ഓർമ്മ അല്ല അത് ആശയരൂപേണ ഉണ്ടാകുന്നതാണ്, കേട്ടറിവിൽ നിന്നും ഉണ്ടായത്. അതിപ്പോ ഒരു ആശയമായിട്ട്, ഒരു ചിന്തയായിട്ട് ഈ അഭിമാനിക്കുന്ന സമയത്ത് ഈ ചിന്ത ഒന്ന് കേറി വരുവാണെങ്കിൽ, എന്നാൽ പിന്നെ ആ അഭിമാനിക്കുന്നതും അഹങ്കരിക്കുന്നതും ഒന്ന് കുറയും, ആ ആശയരൂപേണ ആണെങ്കിലും. പക്ഷെ അത് അത്രയും ശരിയല്ല. കാരണം സത്തയെ അങ്ങനല്ല അറിയണ്ടേ, ആശയമായിട്ടല്ല അറിയണ്ടേ. സത്തയെ അനുഭവത്താൽ തന്നെ അറിയണം. സത്തയെ കുറിച്ച് ആശയരൂപേണ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്, സത്തയെ ബോധത്താൽ അനുഭവിച്ച് അറിയേണ്ടതാണ്. അപ്പോ നിരീക്ഷകനെ ഉണർത്താൻ, അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതുവരെ നമ്മൾ ഈ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, നിരീക്ഷകനെ ഉണർത്താൻ ഓർമ്മകളും ഒരു തടസ്സം ആണ്. ആശയങ്ങളുടെ പോലെ തന്നെ ഓർമ്മകളും തടസ്സമാണ്, ഒരു പരിധി വരെ തടസ്സമാണ്. എന്നാൽ പറഞ്ഞ പോലെ, ഗുരുജി പറഞ്ഞ പോലെ, പ്രാദേശിക കാര്യത്തിലൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഭൗതിക ലോകത്തിൽ പിന്നെ നമ്മള് പിന്നെ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് അത്യാവശ്യമാണ്. എന്നാൽ ഒരു ബോധതലത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അവിടെ അതിന്റെ ആ ലിമിറ്റേഷൻസ് എവിടെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് ഒരു അവയർനെസ് വരുവാണെങ്കിൽ ആ വേണ്ടിയ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് ഒരു തടസ്സമായിട്ട് വരില്ല. ഇനി അതിനുവേണ്ടി അതിന്റെ ഒരു സൂക്ഷ്മതലം, ആ തടസ്സത്തിന്റെ കാര്യം, അതായത് ഓർമ്മകളുടെ ഒരു ഓർമ്മയെക്കുറിച്ച് കുറച്ചുകൂടെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലേ ഉള്ളൂ അത് അങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് അതിന് നമുക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ പിന്നെ ഒരു സാധ്യത ഉണ്ടാവുന്നത്. ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് കാര്യങ്ങളുണ്ട് സൂക്ഷ്മമായിട്ട് ഇതിനെ കുറിച്ച് അറിയേണ്ടത്. ഒന്ന്, പിന്നെ ഭൂതകാലത്തെ സംഭവം, പിന്നെ ഓർമ്മ, അതായത് ആ ഓർമ്മയെ പിന്നെ അവിടെ ഓർക്കുന്നവൻ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഭൂതകാല സംഭവം ഓർമ്മയെ ഓർക്കുന്നവൻ വർത്തമാന കാലത്ത് വീണ്ടെടുക്കുമ്പോൾ നിരീക്ഷകന്റെ അഭാവത്തിൽ വർത്തമാന കാലത്തിൽ നിൽക്കുന്ന ഓർക്കുന്നവൻ ഭൂതകാല സംഭവത്തിന്റെ സ്മരണകളിൽ ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞ, ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നിൽക്കുന്ന ഓർമ്മയെ ഓർക്കുന്നവൻ, അവന് മറ്റേ പിന്നെ നിരീക്ഷകന്റെ അഭാവത്തിൽ ആ ഭൂതകാല സംഭവത്തിന്റെ ഓർമ്മയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വികാരങ്ങളും അവനങ്ങ് ജീവിച്ചു പോകും, നിരീക്ഷകനില്ലെങ്കിൽ. അപ്പോൾ വർത്തമാന കാലം അറിയാതെ പോകുന്നു, ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കും? നിരീക്ഷകനും ഇല്ലെങ്കിൽ, അതാ പറഞ്ഞ, നിരീക്ഷകനും ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന? ഓർക്കുന്നവൻ അഹംബോധത്തിൽ ഉള്ള
ഉള്ള ഒരു സ്വഭാവത്തിൽ നിന്നും കുറച്ചുകൂടെ ഒരു താണ ലെവലിലോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ അഹംഭാവം ഉള്ളപ്പം ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്, ഒരു ബേസ് ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഇത് ഈ ഓർമ്മ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഈ ഓർക്കുന്നവൻ ഇത് കാണുമ്പോൾ ഈ നിമിഷത്തിൽ നിന്ന് പ്രസന്റിൽ നിന്നല്ല വർത്തമാനകാലത്തിൽ നിന്ന് കാണുമ്പോൾ നിരീക്ഷകൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നിൽക്കുന്നു, പക്ഷെ അതില് പെട്ടുപോകുന്നു. നിരീക്ഷകന്റെ അഭാവത്തിൽ ആ വികാരങ്ങൾ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വികാരങ്ങൾ എന്താണോ ആ പണ്ടത്തെ ഓർമ്മകള് അതിലങ്ങ് ആണ്ടുപോകും. അങ്ങനെ ആണ്ടുപോയിട്ട് പിന്നെ ഒരു ഓർമ്മ ഉളവാക്കുന്ന വികാരത്തിൽ ആണ്ടുപോകും. അങ്ങനെ നോക്കുമ്പോൾ പലതര ഓർമ്മകളുണ്ട്. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെയും വേദനയുടെയും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം എല്ലാ വികാരങ്ങളും ഉണ്ടായിട്ട് അവന് കുറച്ചുകൂടെ ഒരു ലോവർ ലെവലിലോട്ട് പോകും. അപ്പൊ ആ ഒരു കാര്യം പിന്നെ സാധകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് പറയുന്നത്, ഈ കാര്യം ഓർമ്മ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ നിരീക്ഷകൻ അവിടെ ആക്റ്റീവായിരിക്കണം. അതായത് നമ്മള് ഈ പ്രസന്റ് നിന്നുകൊണ്ട് ചിത്രത്തിൽ നിന്നും നമ്മൾ വെളിയിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കണ്ടു, പണ്ടത്തെ ഏതോണ്ടോ ഓർമ്മ വന്നു, അത് പ്ലസന്റോ അൺപ്ലസന്റോ എന്തെങ്കിലും ആയാലും നമ്മള് ആ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നിന്ന് ഈ വരുന്ന വികാരങ്ങൾ എന്താണ്, പിന്നെ അത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ നോക്കിക്കണ്ട് അങ്ങനെ നിന്നാൽ ഇതിനെ കുറിച്ച് ഒരു ബോധം വരുമ്പം ഉടനെ അല്ലെങ്കിലും ക്രമേണ ഇതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരും. അങ്ങനെ ആ നിരീക്ഷകൻ നമ്മളെ പിന്നെ എന്ത് ചെയ്യുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. അപ്പോ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഒരു തലം, ഒരു സൂക്ഷ്മതലം. മറ്റേത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം പിന്നെ വർത്തമാനകാലത്ത് നിൽക്കുന്ന ഓർക്കുന്നവനും പിന്നെ ആ ഭൂതകാലം അവിടെ നിന്ന് വരുന്ന ആ സ്മരണ, മറ്റേ ഭൂതകാലത്തിൽ ഉണ്ടാകുന്ന സംഭവത്തിന്റെ ഈ രണ്ട് കാലത്തിന്റെ ഇടയ്ക്ക് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്. അപ്പോ ആ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ സംബന്ധിച്ച് പറയാണ്, ഭൂതകാല സംഭവത്തിന്റെ ഓർമ്മ ചിന്തയായി, അതാണ് ആ ഓർമ്മ ചിന്തയായി പരിണമിക്കുകയാണെങ്കിൽ, നിരീക്ഷകൻ ഉണർത്തിട്ടുണ്ടെങ്കിൽ നിരീക്ഷകൻ ഓർക്കുന്നവനെ സംരക്ഷിക്കും. അതായത് ഈ ഉണ്ടായ ഓർത്തു വന്നപ്പം ചില വികാരങ്ങൾ ഉണ്ടായിട്ട് അതിലോട്ട് ആണ്ടു പോകുന്നതിന് പകരം അത് ആ വികാരം ചിന്തയായിട്ട് മാറിയാലും നിരീക്ഷകൻ ഉണ്ടെങ്കിൽ, അത് വികാരമായിക്കോട്ടെ അല്ലെങ്കിൽ ചിന്ത രൂപനായിക്കോട്ടെ, അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ നിരീക്ഷകന്റെ നിരീക്ഷണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് തലത്തിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആ റെസ്പോൺസ്, പ്രതികരണം, പിന്നെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നും ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിരീക്ഷിക്കേണ്ടതാണ്. നിരീക്ഷണമില്ലെങ്കിൽ പഴയ ഓർമ്മ ഉണ്ടാകുന്ന വികാരത്തിൽ, അതായത് മനോതലത്തിൽ നിന്ന് ആണ്ടുപോയി സത്തയെ അറിയാതെ പോകുന്നു. ഇതാണ് ആ തടസ്സം ഓവർകം ചെയ്യാനുള്ള ആ സൂക്ഷ്മതലത്തിലുള്ള പിന്നെ കാര്യം ഡിസ്കസ് ചെയ്തത്. അപ്പൊ പിന്നെ എന്നാൽ ഇപ്പോ ഇത് തടസ്സമാണെന്നും പറഞ്ഞ് അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പിന്നെ പ്രാദേശിക തലത്തിൽ നമുക്ക് അത്യാവശ്യമാണ് ഓർമ്മ. നിത്യജീവിതത്തിൽ ഭൗതികതയിൽ നിൽക്കുമ്പോൾ ഓർമ്മ അത്യാവശ്യമാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും, ജോലി സ്ഥലത്തായാലും ഗൃഹത്തിലായാലും, പിന്നെ ഭാഷ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കണമെങ്കിൽ ഓർമ്മ അനിവാര്യമാണ്. എന്നാൽ ചില ഓർമ്മകൾ
ശ്രദ്ധിക്കാണ്ട്. ചില ഓർമ്മകൾ കുറ്റബോധം, ദുരഭിമാനം, വിഷാദം, വിലയിരുത്തൽ, ന്യായീകരണം എന്ന വികാരങ്ങൾ ഉൽപ്പാദിക്കുന്നു എങ്കിൽ ഓർക്കുന്നവൻ അല്ലെങ്കിൽ ആ സാധകൻ ജാഗരൂകനായി വർത്തമാനകാലത്തിലെ നിരീക്ഷണത്താൽ അവനിൽ ഉണ്ടാകുന്ന വികാരത്തെയും അവന്റെ പ്രതികരണത്തെയും പ്രവർത്തിക്കുന്ന രീതിയും നോക്കി കാണേണ്ടതാണ്. ഈ നിമിഷത്തിൽ നിന്ന് കൃത്യമായി, ശാന്തമായി, ഒട്ടലില്ലാതെ സ്വാഭാവികമായി വരുന്ന ഓർമ്മകളെ നിരീക്ഷിച്ച് ഓർമ്മകളെ മറികടക്കാൻ എല്ലാ സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. ശരിക്കും ഈ വൃത്തത്തിലെ ശൂന്യതയിലൂടെ നമ്മൾ ഒരു ഖനനം നടത്തുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഖനനമാണ് എക്സ്കവേഷൻ, അല്ലേ? അത് അങ്ങനെയാണ് വേർഡെന്ന് തോന്നുന്നു. അപ്പം ആ ഖനനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന പല കാര്യങ്ങളാണ് ഇതിലൂടെ പോയിന്റ് ചെയ്ത് പറയുന്നത്. ഓർമ്മ, സമ്പത്ത്, നിരീക്ഷണം, ഏകാഗ്രത, ഇതെല്ലാം ആ ഖനനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. അതിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രയോജനമാകുന്നവയുണ്ടാവാം, ആകാത്തവയുണ്ടാവാം, തള്ളിക്കളയേണ്ടവയുണ്ടാവാം, കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ കളയേണ്ടതുണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഓരോ ഖനനം ചെയ്ത് കിട്ടുന്ന ഓരോ വസ്തുവിൻ്റെയും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുടെയും പ്രവർത്തനം എന്താണ്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ഖനനത്തിലൂടെ കിട്ടുന്നതിനെല്ലാം. അപ്പം ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ വേണം. ഡേറ്റ എന്നത് ഇൻഫർമേഷൻസാണ്, ഒരു പ്രോഗ്രാമാണത്. ആ ഇൻഫർമേഷൻസിനെ പ്രോഗ്രാമാക്കി മാറ്റുകയാണ്. അപ്പം നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അതിനെ മനസ്സിലാക്കി ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുകയാണ്. അത് ഈ ഡേറ്റ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്, ഈ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ച ഇൻഫർമേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെയാണ് മനസ്സും. മനസ്സ് ശേഖരിച്ച് വച്ചിരിക്കുന്ന ഡേറ്റകളിൽ ഒരു ഇതാണ് ഓർമ്മ എന്ന് പറയുന്നത്. പല ഡേറ്റയിൽ ഒന്നാണ് ഓർമ്മ. ഈ ഓർമ്മയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പഴയകാല മെമ്മറിയെ ആസ്പദമാക്കിയിരിക്കും മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പം ആ ഒരു ഓർമ്മ എന്ന് പറയുന്ന ഡേറ്റ മൈൻഡിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്, ഒരു പ്രധാന ഘടകമാണ്. അപ്പം ആദർശങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാത്തിനും കാരണം ഈ ഓർമ്മകളാണ് ഒരു തരത്തിൽ നോക്കിയാൽ. അപ്പം ഇതിലൂടെയാണ് നമ്മളെന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഓർമ്മകളിലൂടെയാണ്. എന്നാൽ ഈ ഓർമ്മകളിൽ നിർമ്മിക്കപ്പെട്ടതാണോ ഞാൻ? യഥാർത്ഥത്തിൽ ഞാൻ എന്നെ നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയുന്ന സത്യമാണത്. ഈ ഓർമ്മകളാണോ എന്നുള്ളൊരു ചോദ്യം വരും. നമ്മളെ നിരീക്ഷിച്ചാൽ മാത്രമേ വരുള്ളൂ. ഞാൻ എന്നത് ഓർമ്മയല്ല, അത് ഒരു അനുഭവമാണ് എന്ന് തിരിച്ചറിയുന്നത് നിരീക്ഷണത്തിലൂടെ ആണ്. നിരീക്ഷണത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അതറിയുള്ളൂ. ഞാനെന്ന അത് അനുഭവമാണ് എന്നുള്ളത്. അപ്പോഴാണ് എന്നെ ഞാൻ എന്ന് ചുരുക്കി മനസ്സിലാക്കിയതിൽ നിന്നും സത്തയാണ് ഞാൻ എന്ന വിശാലതയിലേക്ക് നമ്മൾ അനുഭവത്തിലൂടെ എത്തിപ്പെടുന്നത്. മനസ്സ് മായയിലാണ് എന്ന് പറയാൻ കാര്യം ഈ ഓർമ്മകളാണ്. കാരണം ഓർമ്മകൾ നിലനിൽക്കുന്നത് ഭൂതകാലത്തിലാണ്, അതിനൊരു സംശയമില്ല. ആ അനുഭവങ്ങളാണ് ഈ നിമിഷം നമ്മളിലെ ചിന്തകളെ ഉണ്ടാക്കുന്നത്. ഈ ചിന്തകളാണ് നമ്മളെ
ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലെ കർമ്മങ്ങളെ നിശ്ചയിക്കുന്നത് ഈ ഓർമ്മകളാണ്. ചിന്തകൾ കർമ്മങ്ങളാവുന്നത് കൊണ്ട് ഈ ഓർമ്മകൾ ചിന്തകളെ ഉണ്ടാക്കുന്നു. ഈ ചിന്തകൾ കർമ്മത്തിലേക്ക് വഴി തെളിയിക്കുന്നു. അപ്പോൾ എന്ത് കർമ്മം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിന് ചെയ്യണം എന്നെല്ലാം ചിന്തിപ്പിക്കുന്നതും എല്ലാം ഈ ഓർമ്മകളാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ ഓർമ്മകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ വർത്തമാനകാലത്തിലെ സത്യത്തെ അനുഭവിക്കുന്നില്ല. ഭൂതകാലത്തിലെ ഓർമ്മയെ വർത്തമാനകാലത്തിലെ നമ്മളിൽ അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മനസ്സ് ഒരു മിഥ്യാലോകത്തിലാകുന്നു, അജ്ഞതയിൽ ആണ്ടുപോകുന്നു, മായയിൽ പെട്ടുപോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഓർമ്മകൾ ഇങ്ങനെ നമ്മളെ പിന്തുടരുമ്പോൾ നിരീക്ഷകൻ ഇവിടെ ഉണർന്നാൽ എന്നെ തിരിച്ചറിയുന്നതിൽ നിന്നും എന്നെ തടയുന്നത് ഈ ഓർമ്മകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പം നമ്മളിലെ ഈ ഓർമ്മകളുടെ പ്രവർത്തനത്തെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം ഓർമ്മകൾ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കി തരും നിരീക്ഷകൻ. ആ പ്രത്യേക ഓർമ്മയെ എന്നിലെ സ്വഭാവമായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നു, അതും എനിക്ക് കാട്ടിത്തരും. യഥാർത്ഥത്തിൽ നിരീക്ഷകൻ എൻ്റെ രക്ഷകനാണ് എന്ന് തിരിച്ചറിയും നമ്മളെ ഈ മായാപ്രപഞ്ചത്തിൽ നിന്നും കരകയറ്റുന്ന രക്ഷകൻ. ഓർമ്മകളെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയുകയല്ല ചെയ്യേണ്ടത്. ശരി, മനസ്സിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഓർമ്മയുടെ പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓർമ്മ എന്നിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവ് ലഭിക്കുന്നത് നിരീക്ഷകൻ ഉണരുമ്പോൾ മാത്രവുമായിരിക്കും. അപ്പം തിരിച്ചറിയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കി കാണുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം ഞാൻ ഒരു യാത്രയിലാണ്, എന്നിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര. ആ യാത്ര തുടരുമ്പോൾ എന്നിൽ പരിണാമം സംഭവിക്കണമെങ്കിൽ ഞാൻ എന്നിലെ ഓർമ്മകളെ നിരീക്ഷിച്ചേ മതിയാവും. ശരിയല്ലേ? ആ ഓർമ്മകൾ മരിക്കണം. അതിനെ നോക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം തെളിഞ്ഞു കാണപ്പെടും. അതിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാവുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യം തെളിഞ്ഞു കാണുകയുള്ളൂ. കാരണം ഓർമ്മകൾ ഭൂതകാലത്തിലേ നിൽക്കൂ. ഭൂതകാലത്തിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. വർത്തമാനകാലത്തിൽ ഓർമ്മകൾക്ക് നിലനിൽപ്പില്ല. അവിടെ ആ മരണം സംഭവിക്കുമ്പോൾ, ഓർമ്മകൾ മരിക്കുമ്പോൾ യാഥാർത്ഥ്യം തെളിഞ്ഞു കാണപ്പെടുന്നു. ഈ നിമിഷം നമുക്ക് അനുഭവപ്പെടുന്നു. ഈ നിമിഷത്തെ കാണാനാകുന്നു. ഈ നിമിഷത്തിലെ എന്നെ വ്യക്തമായി കാണാനാകുന്നു. നിരീക്ഷകൻ എന്നിലെ ഓർമ്മകൾക്കപ്പുറം സഞ്ചരിക്കാൻ എന്നെ പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ഞാനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ. ഇന്ന് ഓർമ്മയെ കുറിച്ചാണ് വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത്. ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഓർമ്മകളോട് നമ്മൾക്ക് വ്യത്യസ്ത സമീപനങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഭൗതിക തലത്തിൽ എന്താണ് ഓർമ്മ, എങ്ങനെയാണ് ഓർമ്മകൾ നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. കാരണം ഭൗതിക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് ഈ ഓർമ്മയെ മാറ്റി നിർത്താനാവില്ല. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി എന്താണോ പഠിക്കുന്നത്, അത് തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും
കൃത്യമായി പഠിച്ച് ഓർത്തു വെച്ചാൽ മാത്രമേ അവന് നല്ല വിജയം കൈവരിക്കുവാൻ കഴിയൂ. അതുപോലെ തന്നെ ഇക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും തൊഴിൽ മേഖലയായാലും മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് ലഭിക്കണം. ഇവിടെയൊക്കെ ഓർമ്മശക്തിയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ചിലപ്പോൾ പഠിച്ച വിഷയവും ലഭിക്കുന്ന തൊഴിലും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കണമെന്നില്ല. എങ്കിലും ഏത് ജോലി ആയാലും ആ ജോലി ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ കുടുംബജീവിതവും ചിട്ടയായി മുന്നോട്ട് പോകുവാൻ പല കാര്യങ്ങളും നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഭൗതികതയിൽ നമ്മൾ പ്രാദേശിക ബോധത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായും സമൂഹവുമായും ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഓർമ്മകൾ ഉണരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുരുജി ഈ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പറയുന്നുണ്ട്, മനസ്സ് ഒരു പ്രത്യേക തരത്തിൽ മസ്തിഷ്കവുമായി സ്വാധീനം ചെലുത്തുമ്പോഴാണ് പഴയ പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി ഒടുവിൽ വാർദ്ധക്യം ബാധിച്ച് ദേഹം ഉപേക്ഷിക്കുന്നത് വരെ ഓരോ നിമിഷവും അവന്റെ മനസ്സിൽ പതിയുന്ന സംഭവങ്ങൾ അപ്പോൾ അനുഭവിച്ച വികാരത്തോടൊപ്പം അതേപടി അവനിൽ രേഖപ്പെടുത്തുന്നു. ഇനി ചില വ്യക്തികൾക്ക് പൂർവജന്മങ്ങളിലെ ഓർമ്മകൾ പോലും ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഗുരുജി ചൂണ്ടിക്കാണിച്ചത്, ഞാൻ എന്നെ ഒരിക്കലും മറക്കുന്നില്ല. ഞാൻ എന്ന ബോധം എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മളത് അതല്ല അറിയുന്നത്. ഞാൻ എന്ന ആ ബോധം പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ അറിയുന്നത്. കാരണം മനസ്സ് ഞാൻ എന്ന ഭാവത്തെ, അതായത് അഹം അല്ലെങ്കിൽ ഈഗോ, അതിനെ കൂട്ടുപിടിച്ച് ആ പ്രകാശത്തെ മറച്ചു പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സ് നമ്മളെ അഹവുമായി കൂട്ടിച്ചേർത്ത് ശരീരബോധത്തിൽ തന്നെ നിർത്തുന്നു. നമ്മുടെ ഉണ്മയെ തിരിച്ചറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നതും മനസ്സ് തന്നെയാണ്. അപ്പോൾ ആത്മീയതയിൽ ഈ ഓർമ്മകളോടുള്ള സമീപനം ഭൗതികതയിൽ നിന്നുള്ളതിന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. കാരണം ആത്മീയ സാധന ചെയ്യുന്ന സാധകരിൽ മനസ്സ് ഓർമ്മകളെ ഉണർത്തി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണാം. കാരണം മനസ്സ് ഈ നിമിഷത്തിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ പഴയ കാലത്തെ ഓർമ്മകളെ അയവിറക്കുക എന്നത് മനസ്സിന്റെ ഒരു സവിശേഷതയാണ്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഏകാഗ്രതയോടെ ശ്രദ്ധ അതിൽ തന്നെ നിലനിർത്തിയാൽ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താം. അപ്പോൾ ചിന്തകൾ കയറി വരുന്നില്ല. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോഴോ പല ഓർമ്മകളും മനസ്സിലേക്ക് കയറി വരുന്നതായി കാണാം. നമ്മൾ സാധന ചെയ്യുമ്പോഴും ഓർമ്മകൾ കടന്നു വരാറുണ്ട്. ആ ഓർമ്മകളിൽ നമ്മൾ ഒട്ടി നിൽക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടമാവുന്നത് വർത്തമാന കാലത്തെ സത്യങ്ങളാണ്. കാരണം ഓർമ്മകൾ ഭൂതകാലത്ത് ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആ വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് ആ ഭൂതകാലത്തെ ഓർമ്മകളിൽ മുഴുകുമ്പോൾ വർത്തമാന കാലത്തെ സത്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ നിത്യസാധനയ്ക്ക് തന്നെ തടസ്സമായി ഈ ഓർമ്മകൾ നിൽക്കുന്നു. അപ്പോൾ മനോതലത്തിൽ തന്നെ നിന്നാൽ ഇത് നമുക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയാതെ വരുന്നു. ഓർമ്മകളിൽ ഒട്ടി നിൽക്കുമ്പോൾ നമ്മൾ ആ ഓർമ്മകളായി മാറുന്നു. ആ ഓർമ്മകളുടെ അനുഭവം മനോതലത്തിൽ നിന്നും മാറി ഉയർന്ന അവബോധത്തിൽ നിലനിൽക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അവിടെ നിരീക്ഷകൻ ഉണരുന്നു.
നിരീക്ഷകനുള്ളപ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ഓർമ്മകളോട് ഒട്ടലില്ലാതെ അവയെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഓർമ്മകൾ ഭൂതകാലത്തിലെ സത്യങ്ങളാണ്. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരിക എന്നതും സത്യമാണ്. അവയോട് ഒട്ടി നിൽക്കണമോ ഒട്ടലില്ലാതെ നിൽക്കണമോ എന്നത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. നിരീക്ഷകൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒട്ടലില്ലാതെ നിൽക്കാൻ സാധിക്കും. ഒട്ടലില്ലാതെ നിന്നാൽ ക്രമേണ ഓർമ്മകളുടെ ഒഴുക്ക് കുറയുന്നതായി അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഈ നിമിഷത്തിലെ സത്യത്തെ ഒട്ടലില്ലാതെ നിരീക്ഷിക്കുവാൻ സാധകന് കഴിയുന്നു. പൊതുവെ ഓർമ്മകൾ, ഭൂതകാല ഓർമ്മകൾ പലതും നമ്മുടെ സാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. നമ്മുടെ ഉണ്മയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ആ ഓർമ്മകളിൽ അനുഭവിച്ച അനുഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അത് ചെകഞ്ഞെടുത്ത് വീണ്ടും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോ ഇങ്ങനെയാണ് ഓർമ്മകള് നമ്മുടെ ആത്മീയതയിൽ നമ്മൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. എന്നാൽ ചില ഓർമ്മകൾ സാധകർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഉദാഹരണമായി ഗുരുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഗുരുവചനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ, ഗുരുവുമായുള്ള സത്സംഗം, ഗുരു നൽകിയ ഉപദേശങ്ങൾ, പരിശീലനങ്ങൾ, ഗുരുവിന്റെ കർമ്മങ്ങൾ, ഗുരുവിനോടൊപ്പം നടത്തിയ യാത്രകൾ എന്നിവയെ കുറിച്ചുള്ള ഓർമ്മകൾ ആത്മീയ യാത്രയിൽ ഓരോ സാധകനും ഊർജം പകർന്നു നൽകുന്നതാണ്. അപ്പൊ ഗുരുവചനങ്ങളെ പിന്തുടർന്ന് നിരീക്ഷണത്തെ നിത്യസാധനയാക്കുമ്പോൾ ഓർമ്മകളിൽ നിന്നും ചിന്തകളിൽ നിന്നും മനസ്സിൽ നിന്നും വേറിട്ട് ഒരു അസ്തിത്വം ആണ് തനിക്കുള്ളത് എന്ന തിരിച്ചറിവ് സാധകനിൽ ഉണ്ടാകുന്നു. ആ നിരീക്ഷകൻ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ നിരീക്ഷകനിലൂടെ ഈ ഓർമ്മകളല്ല, ഇതിനപ്പുറം ഒരു സത്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിരന്തരമായ ഈ നിരീക്ഷണത്തിലൂടെ ആ സാധകനിൽ ഉടലെടുക്കുന്നു. അപ്പോൾ ഗുരുകൃപയാൽ നിത്യസാധന ചെയ്ത് തന്റെ ഉണ്മയായ സത്തയെ അനുഭവിച്ചറിയുവാൻ എല്ലാ സാധകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓർമ്മ, ഇതാണ് ഇന്നത്തെ വിഷയം. ഓർമ്മയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനെക്കുറിച്ച് കവികൾ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, സിനിമ ഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഓർമ്മകൾ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്രയോ പാടി നടന്നിട്ടുണ്ട്. അപ്പം ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയൊരു സബ്ജക്റ്റ് അല്ല, നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആ ഓർമ്മകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഗുരുജി അതിനെ തള്ളിപ്പറയുന്നു. അതൊരു പ്രാദേശിക സത്യമാണ് ഓർമ്മ എന്ന് ഗുരു പറയുന്നതിനോടൊപ്പം ഗുരു ആ പ്രാപഞ്ചിക സത്യത്തിന് അവിടെ ഓർമ്മയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചിഹ്നം നമുക്ക് കൊണ്ടുവരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഓർമ്മകളെ കുറിച്ച് ഇത്ര വാചാലമാകുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഓർമ്മകൾ വരുന്നുണ്ട്. ഇത് ആരിൽ സംഭവിക്കുന്നു? അതിന്റെ പ്രതലം എന്താണ്? എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ്?
അതിന് ആസ്പദമായ സംഭവം എന്താണ്, അല്ലെങ്കിൽ ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ ആ ഇമേജ് എങ്ങനെ അവിടെ വന്നു, ഇമേജ് ഏത് സോഴ്സിൽ നിന്ന് വന്നു, എങ്ങനെ അവിടെ പ്രൊജക്റ്റഡ് ആയി. ശരിക്കും ഒരു നിരീക്ഷകൻ എന്ന് പറയുന്നത് അവനൊരു ശാസ്ത്രജ്ഞനെ കണക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ സയൻസ് പഠിച്ചു, ഈ അറിവുകളെല്ലാം നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമ്മൾ പ്രായോഗിക തലത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ഗുണം? എന്നാൽ പ്രായോഗിക തലത്തിൽ നമ്മൾ ഉപയോഗിച്ചാലോ, അതിനെക്കുറിച്ച് നമ്മൾ പഠനം അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയാലോ, അതാണ് ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. അതിനെ കുറിച്ച് പഠിച്ചു. ഇപ്പം എന്താണ് ഇദ്ദേഹം സ്പേസ് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി എക്സ്പ്ലോറേഷൻ നടത്തി ഇതൊക്കെ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് അല്ലാതെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വെറുതെ ചായം കൊടുത്ത് പാട്ടം പാടി നടന്നിട്ട് എന്താ കാര്യം? യു ഹാവ് ടു എന്താണോ നമ്മൾ മനസ്സിലാക്കിയത്, ഇത് എങ്ങനെ നടന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഓരോരുത്തരിലും നടക്കണം. അതാണ് യഥാർത്ഥത്തില് ആത്മീയത എന്ന് പറയുന്നത്. ഗുരു കാണിച്ചു തരുന്നത് അതാണ്. നീ നിന്നിൽ തന്നെ ഒരു നിരീക്ഷണം നടത്തി ഈ ഓർമ്മകൾ എങ്ങനെ എന്നിൽ നിന്നു, ഏത് പ്രതലത്തിൽ വന്നു, എങ്ങനെ സംഭവിച്ചു. അതാണ് ഗുരു എപ്പോഴും പറയുന്നത്. ആ മനസ്സിലേക്ക് അത് ആ മനസ്സ് കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഗുരു അവിടെ പറയുന്ന ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇതുണ്ട്, വാക്ക്. അതായത് നമ്മള് ഓർമ്മകളിലെല്ലാം നമ്മൾ നിൽക്കുമ്പോൾ ഗുരു ചോദിക്കുന്നു, സത്തയുടെ ഓർമ്മ വന്നാൽ ഇത് അസ്തമിക്കുമോ? നമ്മൾ പെട്ടെന്ന് സത്ത വന്നാ പിന്നെ പോയില്ലേ, ഇതെല്ലാം അസ്തമിക്കില്ലേ? അതാണ് ഗുരു വീണ്ടും പറയുന്നത്. സത്തയിൽ ഓർമ്മകളില്ല. അത് ഗുരു നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 4 മണിക്ക് ചായ കുടിക്കുന്നു എന്ന് നമ്മൾക്ക് സ്വഭാവം ഉണ്ടെന്ന് വെച്ചു. ചായ കുടിച്ചു എന്ന് സങ്കല്പിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. അത് രുചിക്കാൻ പറ്റുമോ, നുകരുവാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ ഒരു അടുത്തൊരു ബന്ധു നമ്മൾ മരണപ്പെടുകയാണ്. അവിടെ ആത്മാവ് നിത്യമാണ്, ശരീരം അനിത്യമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ നിമിഷത്തില് നമുക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മള് ആ പഠിച്ച ഈ കോൺസെപ്റ്റ്സ് ഓർമ്മിച്ചത് കൊണ്ട് കാര്യം. അതാണ് എപ്പോഴും ആത്മീയതയില് ഏറ്റവും പ്രധാനം. ഇത് പ്രായോഗിക തലത്തില് നമ്മുടെ ജീവിതത്തില് നമ്മള് കൊണ്ടുവരുവാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മള് കുടുങ്ങിപ്പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച, അതാണ് ആ സത്യയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. നമ്മള് ഈ പറയുന്നത് ഓർമ്മകളിനെ കുറിച്ച് നമ്മൾ പലരും ചോദിച്ചു കഴിഞ്ഞാല് അത് യഥാർത്ഥത്തില് നമ്മൾ മശാന വൈരാഗ്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് വരും, നമ്മൾ ഈ ഓർമ്മകളിൽ നിൽക്കും, അടുത്ത നിമിഷം അടുത്ത തോട്ട് വരും, അതിലേക്ക് പോകും. സാഹചര്യങ്ങളും സമയവും വസ്തുതയും അനുസരിച്ച് ഈ തോട്ട് പ്രോസസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് ഇറ്റ് മൂവ്സ് വിത്ത് ടൈം ആപേക്ഷികമാണ്. അതേ കണക്ക് തന്നെ ഓർമ്മകളും ആപേക്ഷികമാണ്. സമയത്തിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതേ കണക്ക് ഓർമ്മകളെയും
തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും അതിന്റെ, എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ കാണേണ്ടത്? അവിടെയാണ് ഗുരു നമ്മുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ നിരീക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സിദ്ധാന്തങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള നമ്മളുടെ സങ്കല്പങ്ങളിലോ ഒതുങ്ങിക്കൂടിയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ശരി തന്നെയാണ്. അത് നിൽക്കുമ്പോൾ തന്നെ ആ നിമിഷത്തില് നമുക്ക് അതിനെ പ്രായോഗിക തലത്തില് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അതാണ് സ്വാമിയമ്മ പറഞ്ഞത്. ആ ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ തോട്ട് അറൈസ് ചെയ്യാനായിട്ട് there is a time gap. അത് മിനിസ്ക്യൂൾ ഓഫ് എ സെക്കൻഡ് ആയിരിക്കും അവിടെ വരുന്നത്. അവിടെയാണ് നീ പ്രവർത്തിക്കേണ്ടത്. അവിടെയാണ് നിരീക്ഷകന്റെ പ്രവർത്തി തലം. ഒന്ന് എത്രമാത്രം സൂക്ഷ്മമാണത്. അത്രയും മാത്രം നമ്മള് ദൈനംദിന ജീവിതത്തിൽ വേറെ ഒന്നുമല്ല, സാങ്കല്പിക ലോകങ്ങളിലൊന്നുമല്ല, ഓർമ്മകളെ നമ്മള് തള്ളിക്കളയണമെന്നുമല്ല പറയുന്നത്. ഗുരു പറയുന്നത്, നീ ഈ വസ്തുതകളെ ഈ നിമിഷത്തില് പ്രായോഗിക തലത്തില് നീ ഉപയോഗിച്ചാൽ മാത്രമേ നിന്നില് ഈ ഓർമ്മകൾക്ക് ഒരു മറുമരുന്ന് നിനക്ക് കൊടുക്കുവാൻ കഴിയും. ആ നിമിഷത്തില് you can give a counter reply to that. When it comes, you can say, see, this is a thought that has come out of this, and this is not the real I. I am not that. I cannot be attached to that. I am something different. അത് പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ആ വസ്തു തന്നെ സത്തയോട് ചേർന്നിരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ കഴിയും. ഇത് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ മുമ്പേ നടന്ന ഒരു പരമ്പരകള് ജീവിച്ച് കാട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് അവര് നിത്യവും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് തന്നെയാണ് ഗുരു നിത്യവും പല പല വാക്കുകൾ ഉപയോഗിച്ച്, എന്താണ്, സുഖമായാലും ഓർമ്മകളായാലും ഓരോ വാക്കുകൾ ഉപയോഗിച്ച് ആ ഒറ്റ സത്യത്തെ കുറിച്ചാണ് പറയുന്നത്, ആ നിരീക്ഷകനെ കുറിച്ച്. അപ്പോൾ നമ്മള് നിലനിൽക്കേണ്ടത് ആ നിരീക്ഷകനിലാണ്. ആ നിരീക്ഷകനിലാണ് ആ പ്രാപഞ്ചിക സത്യം നിലനിൽക്കുന്നത്. ആ പ്രാപഞ്ചിക സത്യം നിലനിൽക്കുന്നിടത്ത് ഓർമ്മകൾ അല്ല നിലനിൽക്കുന്നത്. ആ പരമമായ യാഥാർത്ഥ്യം, ആ നിമിഷത്തിലെ സത്യം, ആ നിമിഷത്തിലെ സത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വർത്തിക്കുവാൻ കഴിയട്ടെ. ഓർമ്മകള് നമ്മുടെ കവികൾ പോലും വാഴ്ത്തിയ ഒരു കാര്യമാണ്. കാരണം കവികളൊക്കെ ആ ഓർമ്മയില് ഒരു ഭാവന കൊടുത്തിട്ട് അതിൻ്റെ ഒരു അഗാധമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വെച്ച് ആ സുഖം അതിൽ കണ്ടെത്തിയിട്ട് ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന് തുടങ്ങുന്ന ആഴത്തില്, കാരണം ഓർമ്മകളെ താലോലിച്ച് ആ ഫിക്ഷനിലെ ഒരു ചിത്രം ആ ചിത്രത്തിനെ താലോലിച്ച് അതില് വേദന കണ്ടെത്തിയിട്ട് ജീവിക്കുന്ന ഒരു തലത്തിലാണ് നമുക്കെല്ലാം. എപ്പോഴും നമ്മൾ
ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓർമ്മകളിലാണ്. ഓർമ്മകളോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണ്. എത്ര ഐഡിയോളജി പറയുന്നാലും ഈ ഒരു ഓർമ്മയെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ, ആ ഒരു ചിത്രം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ഒരു ചങ്ങല പോലെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു നീണ്ട ഒരു ജീവിതത്തിന്റെ പല ചിത്രങ്ങളും അതിനോടൊപ്പം കടന്നു വരികയാണ്. ഈ ഓർമ്മകൾക്ക് നമ്മൾ ആ നിമിഷത്തേക്കെങ്കിലും നമ്മൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അറിയാതെ അതിന്റെ കൂടെ സഞ്ചരിച്ചു പോവുകയാണ്. അത്രയ്ക്ക് ആഴമാണ് ആ ഓർമ്മകൾക്ക്. ആ ഓർമ്മകളെ നമുക്ക് നമ്മുടേത് എന്ന ആ വികാരം അതിനോട്ട് ഒട്ടി നിൽക്കുകയാണ്. അത്രയ്ക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒട്ടി നിൽക്കലാണ്. എന്നാൽ ഗുരുജി പറയുന്നു, കാരണം അത് ആ നിരീക്ഷകനിലൂടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴോ കടന്ന് നമ്മളിൽ എപ്പോഴോ, കാരണം ഭൂതകാലത്തിൽ സംഭവിച്ച് അന്ന് ആ കാര്യങ്ങൾ അവിടെ തീർന്നിരിക്കുന്നു. ഇന്ന് അതില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും ആ വികാരവും മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. ആ ഓർമ്മകളെ ആ സൂക്ഷ്മതയിൽ ആ നിരീക്ഷകരിലൂടെ നോക്കി ഓർമ്മകളുമായിട്ടുള്ള സംസാരം എന്നത് ഹൃദയത്തിൽ നിന്ന് ആ സംസാരം മാറി ആ യഥാർത്ഥ നിരീക്ഷകൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ നിരീക്ഷകനിലൂടെ അത് ആ ഓർമ്മകളോടുള്ള വികാരം എന്നത് നമ്മുടെ സത്തയുമായിട്ടുള്ള അല്ലെങ്കിൽ ആ നിരീക്ഷകനുമായിട്ടുള്ള ആത്മഭാഷണമായി മാറുകയാണ്. വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു ഭാഷണമായി ആ നമ്മുടെ മനസ്സിന്റെ ചിത്രങ്ങളിലൂടെയുള്ള വികാരങ്ങളിലൂടെയുള്ള സംസാരം മാറുന്ന ആ ഒരു സൂക്ഷ്മതയില് നമ്മൾ ഒരിക്കലും ആ പ്രസന്റ് മൂമെന്റിലേക്ക് എത്തുമായിരിക്കാം. ആ പ്രസന്റ് മൂമെന്റിൽ പിന്നെ അവിടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ആ ഫിക്ഷന് അവിടെ പിന്നെ നിലനിൽപ്പില്ല. കാരണം ആ വ്യക്തിബോധത്തിന്റെ ആ ഒരു ഇടുങ്ങലാണ്. ആ സത്തയുടെ പ്രകാശം എത്തുമ്പോൾ ആ വ്യക്തിബോധം പൂർണ്ണമായി ഇല്ലാതെ ആവുന്ന അവസ്ഥയിൽ പിന്നെ അവിടെ പ്രണയത്തിന്റെ ആ ഒരു അഗാധമായ ഒരു അനുഭൂതി ആയിരിക്കണം. അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവിടെ പിന്നെ ആ വ്യക്തിബോധത്തിന്റെ ഫിക്ഷനുകളിൽ നിന്നുള്ള ആ ദുഃഖത്തിന്റെ ലയനമല്ല, ആത്മഭാഷണം, അനശ്വര പ്രണയത്തിന്റെ ആത്മഭാഷണം. ഓർമ്മകൾക്കപ്പുറത്ത് നിരീക്ഷകനുണർന്ന ഒരു സാധകനിൽ സംഭവിക്കുന്ന ആ ഒഴുക്കായിരിക്കാം പിന്നെ ആ ഒരു ഓർമ്മയും ഫിക്ഷനും അപ്പുറത്തെത്തുമ്പോൾ പിന്നെ അവന്റെ ആന്തരികതയിൽ നടക്കുന്നത് അവനും അവന്റെ ഗുരുവുമായിട്ടുള്ള അല്ലെങ്കിൽ സത്തയുമായിട്ടുള്ള ആ ബോധപ്രകാശവുമായിട്ടുള്ള ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ഭാഷണം. ആ ഭാഷണമായിരിക്കാം ആത്മഭാഷണം. ഹരിയോ. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഗുരുജിയുടെ ഈ ധ്യാന കഥകളൊക്കെ എഴുതുമ്പോൾ അത് ഒരു തരം നമ്മുടെ സെന്നിന്റെ മാർഗം പോലെ, സെന്നിന്റെ കഥ, സെൻ സ്റ്റോറീസിന്റെ പോലെ ഒരു സാമ്യമുള്ളതാണ്. അതിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ തടസ്സങ്ങളെ കുറിച്ചൊക്കെ പലതും അതിനകത്ത് ഇല്ലാത്ത തടസ്സം, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അതിനകത്തും വരുന്നുണ്ട്. അപ്പോ ആ സെൻ മാർഗത്തില്, സെൻ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ എങ്ങനത്തെ ആണെന്ന് അറിയുമ്പം ഗുരുജിയുടെ ധ്യാന മാർഗമാണ് നമ്മളെ ജ്ഞാനവും ധ്യാനം വഴി ജ്ഞാനത്തിലോട്ട് ചെന്നെത്തുന്ന ആ ഒരു മെത്തഡാണ് ഉപയോഗിക്കുന്നത്. ജ്ഞാനമാർഗം അതാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെൻ മാർഗത്തിലോട്ട് പോകും. അതായത് ശരിയായ ജ്ഞാനം, അതായത് ട്രൂ ഐഡന്റിറ്റി, മീ ടു മീ, അതായത് ആ ഐഡന്റിറ്റി മനോതലത്തിൽ നിന്ന് സത്തയിലോട്ട് നിൽക്കുന്ന ആ തരത്തിലോട്ട് എത്തുമ്പം യഥാർത്ഥ ആ സെൽഫ് നോളജ്, തന്നറിവ് കിട്ടുമ്പോൾ, ആ സത്തയായിട്ട് നിൽക്കുമ്പോൾ ആ നാച്ചുറൽനെസ് വരുമ്പം, കാംനെസ് വരുമ്പോൾ, അത് ആ പ്രസന്റിൽ നിൽക്കുമ്പോൾ, ഈ പ്രസന്റ് എന്ന് പറയുന്ന ഒരു വാക്കിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പ്രസന്റ് എന്ന് പറയുമ്പം
ഇക്കാലത്ത് അപ്പൊ ഈ സെന്നിൽ അങ്ങനെയാണ്, പ്രസന്റില് നിൽക്കണം. പ്രസന്റിൽ നിൽക്കുവാണെങ്കിൽ വർത്തമാനകാലം അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ എന്ന് പറയുന്നത് പ്രസന്റിൽ നിൽക്കുകയാണെന്നാണ്. അപ്പൊ ആ പ്രസന്റിൽ നിന്നുകൊണ്ട് എന്ത് ഡിസ്ട്രാക്ഷൻസ്, എന്ത് പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായാൽ ആ പ്രസന്റിൽ നിന്ന്, പൂർണ്ണ ബോധത്തിൽ നിന്ന്, പിന്നെ ആ സെൻ മോഡ് ഓഫ് ലൈഫ് അങ്ങനെയാണ്. ദ സെൻ മോഡ് ഓഫ് ലൈഫ്, the Zen mode in life is that habit. You cultivate the habit of reaching that state of that calm, focused awareness. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര ഡിമാൻഡ് ചെയ്ത ലൈഫ് എന്ത് ഡിമാൻഡ് ചെയ്താലും ആ തലത്തിൽ നിലനിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഗുരുജിയുടെ ആ ധ്യാന കഥകളൊക്കെ ആ തലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ശ്രദ്ധിച്ചാല് പ്രസന്റില്, ബീങ് ഇൻ ദ മൂമെന്റ്, പ്രസന്റ് ഇൻ ദ മൂമെന്റ്, ആൻഡ് എന്ത് വർക്ക് ഉണ്ടെങ്കിലും അതിനെ ആ പൂർണ്ണതയോട്, വിത്ത് എ സെൻസ് ഓഫ് പീസ്, ശാന്തതയോട്, ആ ഉദ്ദേശിക്കുന്ന രീതി പൂർണ്ണതയിൽ അത് നടത്തുകയും ചെയ്യണം. അതിനകത്ത് ഒരു ക്ലെയിമും പാടില്ല നമ്മൾ ചെയ്യുന്നു. അപ്പൊ മൈൻഡ്ഫുൾ, അതൊരു മൈൻഡ്ഫുൾ, അങ്ങനത്തെ ഒരു ജീവിതം ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ പോലെയാണ്. എന്നിട്ട് അങ്ങനെ ആ പ്രസന്റ് എന്ന് പറയുന്നതും ഒരു ഗിഫ്റ്റ് പോലെയാണ്. പ്രസന്റ് എന്ന് പറയുന്നതിന് ഒരർത്ഥം ഗിഫ്റ്റ് എന്നുള്ളൊരു അർത്ഥത്തോടെ ഉണ്ട്. അപ്പൊ ആ പ്രസന്റ് മൂമെന്റ് സത്യത്തിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ലൈഫ് തന്ന് ഒരു ഗിഫ്റ്റാണ് നമുക്ക്. ആ പ്രസന്റിൽ നിന്നുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മൾ ആ തരത്തിലോട്ട് മുന്നോട്ട്. ഇൻഫാക്ട് എല്ലാം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സാധനവും ഗിഫ്റ്റ് തന്നെയാണ്. അത് വേണ്ടിയ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒന്നിനെയും തള്ളിക്കളയേണ്ടതല്ല. എല്ലാം തന്നെ, ഇഫ് ഇറ്റ് ഇസ് ബോഡി, ഇന്ദ്രിയങ്ങൾ എല്ലാം തന്നത്, ഓരോരുത്തരും ഓരോ ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ നടത്തും. പക്ഷെ നമ്മൾ ആ ബോധതലത്തിൽ എത്തിയിട്ട് അതിന് വേണ്ടിയ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോ ആ പ്രസന്റിൽ നിൽക്കാനുള്ള, ആ പ്രസന്റ് ലൈഫ് നമുക്ക് തന്നത്, ആ ഗിഫ്റ്റ് നമുക്ക് തന്നത്, നമുക്ക് എല്ലാവർക്കും അത് ശരിക്കും ഉപയോഗിച്ച് പ്രസന്റിൽ നിന്ന് നിരീക്ഷകനെ അറിഞ്ഞ് നമ്മുടെ ആ യഥാർത്ഥ മീയിലോട്ട്, തന്നറിവിലോട്ട് പോകാൻ നമ്മളെല്ലാവരും സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ശരത്ജി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.